പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഷെയ്മസിൻ്റെ ഡബ്ല്യുഡബ്ല്യുയിലേക്കുള്ള തിരിച്ചുവരവ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത് ജോൺസൺ റോയിൽ വന്ന് ഒരു മത്സരം കളിച്ചതിനെ സംബന്ധിച്ചും അവസാനത്തേത് ഡ്രാഫ്റ്റ് തിരികെ കൊണ്ടുവരുന്ന ഒരു അപ്ഡേറ്റുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഡബ്ല്യുഡബ്ല്യുവിൻ്റെ ഡ്രാഫ്റ്റ് ഇപ്രാവശ്യം ഏപ്രിൽ മാസത്തിലാണ് വെച്ച് നടത്താൻ പോകുന്നത് എന്നുള്ളത് ഡബ്ല്യുഡബ്ല്യു സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ അവസാന സ്മാക്ഡൗൺ റോ എപ്പിസോഡുകളിലാണ് ആ ഒരു ഡ്രാഫ്റ്റ് എന്നുള്ളതും ഡബ്ല്യുഡബ്ല്യു സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രാഫ്റ്റിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള ഏക റെസ്ലർ അതായത് NXT ചാമ്പ്യനായ ഇല്യ ഡ്രാഗ്നോവ് ആണ്. ഇല്യ ഡ്രാഗ്നോവ് ഡ്രാഫ്റ്റിൻ്റെ ഭാഗം ആയിരിക്കും എന്നുള്ളതും ഡബ്ല്യുഡബ്ല്യു സ്ഥിരീകരിക്കുന്നതിലൂടെ ഈ ഒരു വർഷത്തെ ഡ്രാഫ്റ്റിൽ കുറേയധികം സർപ്രൈസുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതും പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വേണമെന്നുള്ള അവരുടെ ഒരു തീരുമാനവുമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡ്സിലൂടെയും വരുന്ന ദിവസങ്ങളിലൂടെയും ഡബ്ല്യുഡബ്ല്യു പുറത്തേക്ക് വിടും. എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. എന്തായാലും പുതിയൊരു കാലഘട്ട മാറ്റമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺ സിനയുടെ റോയിലെ മത്സരത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഒരു ഹാൻഡിക്യാപ്പ് മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഓസം ട്രൂത്ത് എന്ന പുതിയ റോ ടാഗ് ടീം ചാമ്പ്യന്മാരും ജഡ്ജ്മെൻറ്റ് ഡേയിലെ ഫിൻ ബാലർ, ഡൊമിനിക്, JD മക്ഡൊണാൾഡ് തുടങ്ങിയവരും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ആധിപത്യം ജഡ്ജ്മെൻറ്റ് ഡേയിലെ കയ്യിൽ തന്നെയായിരുന്നു. അവസാന നിമിഷം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ജോൺസിനയുടെ ആ ഒരു മ്യൂസിക് പ്ലേ ആകുന്നു. ജോൺസിന വരുന്നു, ഒരു ഹോട്ട് ടാഗ് മിസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. പിന്നീട് വന്ന് ഇവർ 3 പേരും ചേർന്ന് ഒരു 5 നക്കിൾസ് ഷഫിൾ ഇടുന്നു. പിന്നീട് ഡബിൾ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഫിനിഷർ ഇടുന്നു. 3 പേരും ഒരേ സമയത്ത് പിൻഫോളിലൂടെ ജഡ്ജ്മെൻറ്റ് ഡേയെ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ജോൺസണയുടെ ഈ ഒരു വരവൊന്നും ഫുൾ ടൈം കരിയറിലേക്ക് പിന്നെയും ജോൺസനെ കടക്കുന്നു എന്നുള്ളൊരു ഉത്തരം നൽകുന്നില്ല. അദ്ദേഹം ജസ്റ്റ് ഒരു ക്യാമിയോ അപ്പിയറൻസ് പോലെയാണ് റസൽമേനിയയിൽ വന്നത്. അതേ ഒരു രീതിയിൽ അതേ ഒരു സിറ്റിയിൽ വെച്ച് നടക്കുന്ന റോ ആഫ്റ്റർ മേനിയയിലും വന്ന് ചെറിയൊരു മത്സരം, കുറച്ച് മൂവ്സ് ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജോൺസണയുടെ ഈ ഒരു ഇത്തരത്തിലുള്ള വരവ് അത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ആരാധകർക്കിടയിലും പഴയ ഒരു ഓളം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ ഉപരി ജോൺസന ഫുൾ ടൈം റെസ്ലറിംഗിലേക്ക് ഇനി തിരികെ വരില്ല. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ഷെയ്മസിൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ ഡബ്ല്യുഡബ്ല്യു സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോ എപ്പിസോഡിന് ഇടയിലൂടെ ഒരു വീഡിയോ ഫുട്ടേജ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടാണ് ഷെയ്മസിൻ്റെ തിരിച്ചുവരവിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഡേറ്റോ ഷോയോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഷെയ്മസിൻ്റെ തിരിച്ചുവരവും ഇതാണ് കൃത്യമായ ഒരു സമയം എന്നുള്ളതും ആ ഒരു വീഡിയോ ഫുട്ടേജിലെ കുറച്ച് വാക്കിൽ നിന്ന് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്മസിൻ്റെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു അപ്ഡേറ്റ്സ് ആണ് പുറത്തേക്ക് വരുന്നത്. ബ്രൗളിംഗ് ബ്രൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷൻ നിലവിലില്ല. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ റെസ്ലറായിട്ടായിരിക്കും ഷെയ്മസ് തിരികെ വരുന്നത്. പഴയ കെൽറ്റിക് വാരിയർ എന്നുള്ളൊരു രീതിയിലാണ് ഷെയ്മസ് തിരികെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡിൽ ഷെയ്മസിനെ കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.